ചന്ദ്രേട്ടന്റെ ഭാര്യ ഇപ്പൊ ഞാനാ. വയലോരം വീട്ടിൽ തിരിച്ചെത്തുന്ന സീതയെ തടയാൻ ഇന്ദുവിന്റെ ശ്രമം. കൊല്ലാനല്ലേ കൽമോളെ കഴിയൂ, തോൽപ്പിക്കാനാവത്തില്ലല്ലോ. പക്ഷേ സീത വയലോരം വീട്ടിലേക്ക് കയറുന്നു. സീതയെ ചോദ്യം ചെയ്യാനെത്തുന്ന രവിക്ക് സീതയുടെ മുന്നിൽ ഉത്തരം മുട്ടുന്നു. കരയാൻ മാത്രം അറിയാവുന്ന ആ പഴയ സീതയാണെന്നോ? എങ്കിലേ തെറ്റി രവി. കണ്ണീരിന് തീ പിടിച്ച പുതിയ സീതയായത്. നിങ്ങൾ എന്തിനാ ഈ കിടന്ന് ഉറങ്ങി തുള്ളുന്നത്? ഇന്ദുബാലയെ മുന്നിൽ നിർത്തി പുതിയ കളികൾക്ക് മതികൾ തയ്യാറെടുക്കുന്നു. നമ്മുടെ കൂടെ നിർത്തണം. ഒരു പരുവത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അവര് നമ്മളോട് നിൽക്കുന്ന ഉറപ്പാണോ? എങ്ങനെയും അവരെ ഒപ്പം നിർത്തണം. പൂക്കോടിയും വനജയും വയലോരം വീട്ടിലെത്തുന്നു. എല്ലാവരും വന്നിട്ട് കാണേണ്ടവനെ കാണുന്നില്ലല്ലോ. എടാ ബാല, പുത്തമ്പളക്കാരാ, ഇറങ്ങി വാടാ. നീ മുടിഞ്ഞു പോകൂടാ, നീ മുടിഞ്ഞു പോകും. ബാലനെ ശപിച്ചുകൊണ്ട് വനജ സീതയെ കൊണ്ടുപോകുന്നു. ഈ കളിയിൽ നിനക്ക് അംഗത്തുണയായി ഒരേ ഒരാൾ മതി, ഇന്ദുബാല. അമ്മ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും, വിശദമായിട്ട് പറയും. എങ്ങനെ ഒരുക്കണം കുരുക്ക്? പറയാം, നീ കേട്ടോ. കൊള്ളാം അമ്മേ, കൊള്ളാം. ഇതൊരു കലക്കും. ഇനി കുട്ടനും മുട്ടനും കൂടി കൂട്ടിയിടിക്കട്ടടി. ചോര പിടിക്കാൻ ഒരു ബക്കറ്റുമായി നമ്മൾ മാറി നിന്നാ മതി. എന്റെ അമ്മേ, ചന്ദ്രേട്ടന്റെ മനസ്സ് ഇവിടെയെങ്ങും അല്ലാന്ന് തോന്നുന്നു. ചന്ദ്രേട്ടാ. എന്താ എന്തോ? ഭാഗ്യം, എന്റെ പേര് മറന്നില്ലല്ലോ. എന്താ ഇന്ദു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ. ചന്ദ്രേട്ടന് മൊത്തത്തിലങ്ങ് അസ്വസ്ഥതയാണല്ലോ. ഞാനിവിടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. എന്റെ ഇന്ദു, മനുഷ്യന് കുറച്ച് സമാധാനം തരുമോ പ്ലീസ്? ഓ, ഞാനിപ്പോ സ്വസ്ഥതക്കേടുവായോ? എന്നൊന്നും അല്ല ഇന്ദു ഞാൻ ഉദ്ദേശിച്ചത്. തീക്കനലിന്റെ മേളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അതിനിടയ്ക്ക് നീയും കൂടി ഇങ്ങനെ തുടങ്ങരുത്. ആദ്യ ഭാര്യ തിരിച്ചു വന്നതിന്റെ പേരിലാണോ ഇത്രയും വേവും നീറ്റലും? എന്നെങ്കിലും ഒരിക്കൽ സീത വരുമെന്ന് ചന്ദ്രേട്ടൻ പ്രതീക്ഷിച്ചിരുന്നതല്ലേ? പിന്നെന്താ? എനിക്കറിയത്തില്ല ഇന്ദു, നിന്റെ ചോദ്യങ്ങൾക്കൊന്നും തരാൻ എനിക്ക് മറുപടിയില്ല. ചന്ദ്രേട്ടന് മറുപടിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ള മറുപടി ചന്ദ്രേട്ടൻ ഉള്ളിൽ ഒതുക്കുക. പുറത്തു പറഞ്ഞാൽ ചിലപ്പോ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് കരുതുന്ന മറുപടികളാ ചന്ദ്രേട്ടന്റെ മനസ്സ് നിറയെ. അതാ ചന്ദ്രേട്ടൻ മൗനം പാലിക്കുന്നത്. ഇന്ദു പ്ലീസ് നിർത്ത്. എനിക്കിത്തിരി സ്വസ്ഥത. ഒരിക്കലും മനസമാധാനം കിട്ടാത്ത ഒരു മുടിഞ്ഞ ജന്മമായി പോയി എന്റേത്. എന്നെ അങ്ങനെ പ്രാകണ്ട ചന്ദ്രേട്ട. ഞാൻ ആരെയും പ്രാഗിതൊന്നുമല്ല, എന്റെ അവസ്ഥ പറഞ്ഞതാ. ആഹാ, ബാലേട്ടനും വക്കീലെടുത്തേയും ഭയങ്കര ചർച്ചയിലാണെന്ന് തോന്നുന്നു. കലമോൾക്ക് എന്താ വേണ്ടത്? ഇത് കണ്ടോ വക്കീലെടുത്തി? ഈ ബാലേട്ടൻ എപ്പോഴും എന്നോട് ഇങ്ങനെ വഴക്കാ. കലമോളതൊന്നും അത്ര കാര്യമാക്കണ്ട. ചന്ദ്രേട്ടന്റെ തലച്ചോറെ ഇപ്പൊ അത്ര ശരിയല്ല. ചുട്ടുപഴുത്തിരിക്കുകയല്ലേ തല. കലമോളെ എന്താ വേണ്ടത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ? അതെങ്ങനെ ഇവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ വെച്ച്? പുറത്തു വെച്ച് സംസാരിക്കണം. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ ഒരു കാര്യം പറയാൻ എന്തിനാ പുറത്തു പോകുന്നത്? പിന്നെ ഒരു വീട്, 2 അടുക്കളയും 4 കഞ്ഞിക്കലം ഉള്ളിടത്ത് അയക്കും. ഒന്ന് പോ ബാലേട്ട. കലക്ക് എന്താ പറയാനുള്ളത്? ശരിക്കും എന്തേലും ഗൗരവമുള്ള കാര്യമാണോ? തമാശ കളിച്ച് കളയാൻ എനിക്ക് സമയമില്ല, നിങ്ങൾക്കും ഇല്ലല്ലോ. അപ്പൊ പിന്നെ പറയാനുള്ള കാര്യം ഗൗരവമുള്ളത് തന്നെ. എന്താ കാര്യം? ബാലേട്ടൻ അറിയാതെ അകപ്പെട്ടു പോയ ഒരു വലിയ ചതിയുടെ കഥയാ. അതറിയണമെങ്കിൽ എന്റെ കൂടെ വാ.
കലമോളെ നിക്ക്. ഇതെവിടേക്കാ പറയേ. ബാലേട്ടൻ എന്താ പേടിയുണ്ടോ? ഞാൻ നിങ്ങൾ ഭാര്യയും ഭർത്താവിനെയും എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലൂന്ന്? അങ്ങനെ ഒരു പേടി എനിക്കില്ല. എനിക്കൊട്ടുമില്ല. അല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ വലിയ വില്ലത്തിയാണല്ലോ, അതാ. കലമോളെ ഞങ്ങൾ ആരും ഒരു വില്ലത്തിയായിട്ട് കണ്ടിട്ടില്ല. ചുമ്മാ പറയല്ലേ ബാലേട്ട. നിങ്ങൾക്കാർക്കും എന്നോട് ഒരു ഇഷ്ടവുമില്ല, എനിക്കറിയാം. എന്താ കാര്യം? എന്താ കാര്യമെന്ന് കലമോള് തന്നെ പറയൂ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അത് തന്നെ കാര്യം. എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ അതുപോലെ പറയും, അത് ആരോടാണെങ്കിലും. പിന്നെ വിനയെ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് അഹങ്കാരി എന്നുള്ള പേര് വീണു. മതികലയുടെ ഒരു തെറ്റ് കാണുന്നവർ മതികല ചെയ്ത 100 നന്മകൾ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു. അത് കലമോളുടെ തോന്നലാ. കലമോള് ചെയ്ത നന്മകളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ വഴക്കു പറയുകയും ശാസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടക്കൂടുതലുണ്ടാവും. ആയിക്കോട്ടെ ബാലേട്ട. ഇപ്പോ ബാലേട്ടൻ നേരിട്ട ഒരു വലിയ ചതിയുടെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്നതും ആരാ? ഈ മതികല. എന്ത് രഹസ്യം? ബാലേട്ടൻ എന്താ ചോദിച്ചത്? എന്താ രഹസ്യമെന്നല്ലേ? പറയാം, വാ. കേട്ട് ഹൃദയം പൊട്ടി ചത്തു പോരുത്. എന്തിനാ കലെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനും തിന്നാനും ഒന്നും അല്ല. എനിക്ക് കൂടപ്പിറപ്പുകളില്ല. ഒരു ഏട്ടനുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വയലോരം വീട്ടിൽ ഞാൻ വന്ന് കയറുമ്പോൾ ബാലേട്ടനിൽ ഞാൻ കണ്ടത് എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ തന്നെയായിരുന്നു. ഒരുപാട് വഴക്കുകൾ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്റെ ഉള്ളിലൊരു വലിയ നീറ്റലുണ്ടായിരുന്നു. ഈ പാവം ബാലേട്ടനെ ഓർത്ത്. എന്തിന്? അത് ബാലേട്ടൻ ചതിക്കപ്പെടുകയാണെന്ന് എനിക്കറിയാമായിരുന്നു നേരത്തെ തന്നെ. എങ്ങനെ? ബാലേട്ടന്റെ ഭാര്യയും ഭാര്യയും മറ്റൊരു പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേര്. അയാളുടെ കുഞ്ഞാണ് ഇപ്പൊ സീതേടത്തിയുടെ വയറ്റിൽ. ആ ഗർഭത്തിന്റെ പേരിലാണ് സീതേടത്തി ഇവിടുന്ന് നാട് വിട്ടത്. അതും അയാളുടെ നിർദ്ദേശപ്രകാരം. കല ഇപ്പോഴും പറഞ്ഞില്ല അയാൾ ആരാണെന്ന്. പറയാം. ട്രോജൻ കുതിരയെ പോലെ ഒരു പ്രത്യേക ലക്ഷ്യവുമായി ഉള്ളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വന്ന ഒരാൾ. ബാലേട്ടനൊപ്പം നടന്ന് ബാലേട്ടനെ ചതിച്ചു. ആരാ കലമോളെ അത്? പറയേ. പറഞ്ഞ ബാലേട്ടൻ വിശ്വസിക്കൂ? അതോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ കുരിശിൽ തറയ്ക്കൂ? ഇല്ല, കല പറയും. ആരാ ചന്ദ്രേട്ടനെ ചതിക്കാൻ ആദ്യ ഭാര്യയ്ക്ക് തുണയായി നിന്നതെന്ന് എനിക്കറിയണം. സീതയുടെ തിരിച്ചുവരവ് എനിക്കൊരു ഭീഷണിയായിട്ടൊന്നുമല്ല, മറിച്ച് ഈ പാവം ചന്ദ്രേട്ടനെ ചതിക്കാൻ അവര് പറ്റിക്കൂടരുത്. അതുകൊണ്ട് തന്നെ അവര് തെറ്റുകാരിയാണെങ്കിൽ അത് ചന്ദ്രേട്ടൻ അറിയണം. അറിഞ്ഞേ പറ്റൂ. എന്തു പറയുന്നു ബാലേട്ടാ? ഞാൻ പറയട്ടെ ആളിന്റെ പേര്. പറയേ കലമോള് പറയേ. മനസ്സുജൻ. മനസ്സുജനായിരുന്നു സീതേടത്തിയുടെ രഹസ്യക്കാരൻ. മനസ്സുജനാണ് സീതേടത്തിയുടെ കുഞ്ഞിന്റെ അച്ഛൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇതാ ഞാൻ പറഞ്ഞത്. ബാലേട്ടന്റെ മനസ്സ് ഇപ്പോഴും സീതേടത്തിയിൽ ഉടക്കിക്കിടക്കുവാണെന്ന്. പാവം ഇന്ദുവെടുത്തി. എന്താ ചന്ദ്രേട്ട, ഞാൻ മാറി തരണോ? സീതയ്ക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരണോന്ന്? ഇന്ദു, അതല്ലിന്ദു. മനസ്സുജനെ അങ്ങനെ കാണാൻ എനിക്ക് വയ്യല്ലേ? ഇനിയെങ്കിലും ബുദ്ധി ഉപയോഗിക്കും ബാലേട്ട. മനസ്സുജന് വയലോരം വീട്ടിൽ വന്ന് കയറാൻ സീതയിടത്തെയും മനസ്സുജനും കൂടി ഒരുക്കിയ ഒരു തന്ത്രമായിരുന്നു കുട്ടിമണിയുടെ കല്യാണം. അന്ന് കല്യാണ ചെറുക്കന്റെ വേഷം കെട്ടി വന്നവൻ പിന്നീട് മനസ്സുജന്റെ കൂട്ടുകാരനാണെന്ന് തെളിഞ്ഞില്ലേ? എല്ലാം ഒരു നാടകം. പാവം ബാലേട്ടൻ കഥ അറിയാതെ ആടി.
ബാലേട്ടൻ പിന്നോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. സീതയുടെയും മനസ്സുജനെയും സംശയിക്കാവുന്ന 1000 മുഹൂർത്തങ്ങള് മനസ്സിൽ വരും. അത്തരം ചില മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നതിന്റെ പേരില ഞാൻ സീതയുടെ ശത്രുവായത്. അവരെ കുടുംബത്തെ മുഴുവൻ എനിക്കെതിരെ തിരിച്ചത്. ഇനിയെങ്കിലും വിഡ്ഢിയാവല്ലേ ബാലേട്ട. ബാലേട്ടന് ഇപ്പോ ഒരു നല്ല ജീവിതമുണ്ട്. അത് തകർക്കാനാ സീതയുടെ ഈ വരവ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. വിശ്വാസം പിടിച്ചു പറ്റാൻ കുട്ടിമണിയെ കൊണ്ട് തിരിച്ചു വന്നു. കുട്ടിമണിയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത് ആരാ? മനസ്സുജന്റെ ഈ പറയുന്ന കൂട്ടുകാരനും അമ്മായി. എന്നിട്ട് ഇപ്പൊ ഈ അമ്മായി എവിടെ? പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എന്താ കാര്യം? അവരുടെ ജോലി കഴിഞ്ഞു. സീതയുടെ റീ എൻട്രിക്ക് കർട്ടൻ വലിക്കുന്നതായിരുന്നു അവരുടെ പണി. അവരത് ഭംഗിയായിട്ട് ചെയ്തു. നേരാ, ഒക്കെ ചേർത്ത് വായിക്കുമ്പോ ഒരു വലിയ ചതിയാ മുമ്പിൽ ചുരുള് നിവർത്തി വരുന്നത്. പക്ഷേ എന്ത് കാര്യം ഇന്ദുവെടുത്തി? ബാലേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സത്യങ്ങൾ ദഹിക്കാതെ കിടക്കുക. ശരി, ജീവനുള്ള ഒരു തെളിവ് കൂടി ഞാൻ തരാം. ഇതെന്താണെന്നറിയാമോ? സീതയുടെ ഗർഭശുശ്രൂഷ നടത്താൻ മനസ്സുജൻ അവരെ രഹസ്യമായി താമസിപ്പിച്ച ആശുപത്രിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ബാലേട്ടൻ നേരിട്ട് പോയി അന്വേഷിക്കണം. ഇന്ദുവേടത്തെയും ഒപ്പം പോണം. എന്നിട്ട് വിശ്വസിച്ചാ മതി ഈ മതികളെ. ഇതാ പിടിക്ക. എന്റെ പരുത്തിക്കാവിലമ്മേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാനെന്നല്ല, സീതയും സിജനെ അറിയാവുന്ന ആരും വിശ്വസിക്കത്തില്ല ഇതൊക്കെ. അപ്പൊ ഞാൻ കള്ളം പറയുന്നു എന്നാണോ അമ്മ പറയുന്നത്? എന്നല്ല മോളെ, പറഞ്ഞു കേട്ട ഒരു കള്ളം മോള് സത്യമായി കരുതുന്നു. കേട്ടിട്ട് എനിക്കിത് കള്ളമാണെന്ന് തോന്നുന്നില്ല. അതിനൊരു കാരണവുമുണ്ട്. അമ്മയുടെ മനസ്സിൽ സീത ഒരു ദേവതയാണല്ലോ. ദേവതമാര് എങ്ങനെ തെറ്റ് ചെയ്യും? എന്റെ മനസ്സിൽ സീത പക്ഷെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. അതുകൊണ്ട് തെറ്റുകൾ പറ്റാം. തെളിവ് സഹിതം എന്നോടും ചന്ദ്രേട്ടനോടും ഇത് പറഞ്ഞത് കലയാ. നമ്മുടെ കലമോളോ? അല്ലാതെ വേറെ ആരാ ഇവിടെ കല? എന്റെ മോളെ, നീ അതൊന്നും പൂർണ്ണമായി വിശ്വസിക്കില്ലേ? പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. അപ്പോ ഭാഗികമായിട്ട് വിശ്വസിക്കാം. കേട്ടതിൽ പതിര് മാത്രമല്ല, കുറച്ച് കതിരും ഉണ്ടല്ലേ അമ്മേ? ഒന്നുമില്ല, കേട്ടത് പതിര് തന്നെയാ. മനസ്സിലിട്ട് പാറ്റി പറപ്പിച്ച് കളയേണ്ട പതിര്. സിജനെ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ സീതയ്ക്കും മനസ്സുജനുമിടയിൽ ഒരു മോശം ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കത്തുമില്ല. മതികല പറഞ്ഞതുകൊണ്ടാണോ അമ്മയ്ക്ക് വിശ്വാസമില്ലാത്തത്? ഉള്ളത് പറഞ്ഞ അതും കാര്യം മോളെ. കലമോളും സീതയും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. 1-2 തവണ ഞാൻ നേരിട്ട് ഇടപെട്ട് അവരുടെ വഴക്ക് തീർത്തിട്ടുമുണ്ട്. എന്നുവെച്ച് ഇത്രയും വലിയൊരു കെട്ടുകഥ ആരെങ്കിലും ഉണ്ടാക്കി പറയോ? മോളെ, ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. പറയുന്നവർക്കല്ലല്ലോ വേദന, കേൾക്കുന്നവർക്കല്ലേ. 1000 കുടത്തിന്റെ വായി കെട്ടാം, പക്ഷെ ഒരു മനുഷ്യന്റെ വായി കെട്ടാൻ പറ്റത്തില്ലെന്ന് കേട്ടിട്ടില്ലേ? തീയില്ലാതെ പുകയും ഉണ്ടാവില്ലെന്ന് കേട്ടിട്ടുണ്ട്. മനസ്സുജനും സീതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്കാരും ഊമക്കത്തയച്ചതൊന്നുമല്ല. പല രാത്രികളിലും മതികല അവളുടെ കണ്ണുകൊണ്ട് കണ്ട സത്യമാണിത്. അമ്മയുടെ മക്കളായ കുട്ടിമണിയെയും ബാലചന്ദ്രനെ ഓർത്ത മതികല ഇതൊന്നും വിളിച്ചു പറയാതിരുന്നത്. ഇപ്പോ ഗർഭിണിയായി സീത തിരിച്ചു വന്നപ്പോ ഇനിയെങ്കിലും ചന്ദ്രേട്ടൻ ഇതൊക്കെ അറിയണമെന്ന് കലയ്ക്ക് തോന്നി. അതാ അവള് തുറന്നു പറഞ്ഞത്. മോളെ, അമ്മ ഇനി ഇതൊന്നും മതികലയോട് ചോദിക്കാൻ പോണ്ട. ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നീ ഇത് വിശ്വസിച്ചോ മോളെ? തീർച്ചയായും ഞാൻ വിശ്വസിച്ചു. അമ്മയെപ്പോലെ സീതയെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ.
ബാലനോ? തെളിവ് സഹിതം കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അടുത്ത ദിവസമുണ്ട് തെളിവ് ശേഖരണം. എന്റെ പൊന്നുമോളെ, ഞാൻ ഇപ്പോഴും പറയാ, സീത അങ്ങനെയൊന്നും. എന്റെ അമ്മ കണ്ണടച്ച് ഇരുട്ടാക്കിക്കോളൂ. പക്ഷേ ലോകം മുഴുവനപ്പം ഇരുട്ടാവുമെന്ന് കരുതരുത്. സീതയെ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ അത് അമ്മയുടെ സ്വാതന്ത്ര്യം. പക്ഷേ അമ്മയോട് എനിക്ക് ഒരപേക്ഷയുള്ളൂ. സീത നല്ലവളാണെന്നുള്ള തോന്നല് ഇനി അമ്മയായിട്ട് ചന്ദ്രേട്ടന്റെ മനസ്സിൽ കുത്തിവെക്കരുത്. പണ്ട് സീതയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്നുള്ള വിവരം അമ്മ ചന്ദ്രേട്ടനിൽ നിന്ന് മറച്ചുവെച്ച കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു മകനേക്കാളും അമ്മയ്ക്കിഷ്ടം മരുമകളെയാണെന്ന്. അയ്യോ മോളെ, അങ്ങനെയൊന്നുമില്ല. അമ്മ ഇനിയും സീതയ്ക്ക് വേണ്ടി പക്ഷം പറയാൻ ചന്ദ്രേട്ടന്റെ അടുത്തേക്ക് ചെല്ലരുത്. എന്റെ അപേക്ഷയാണ്. അങ്ങനെ വന്നാ നാളെ ഞാനും ഈ വീടിന്റെ പടിയിറങ്ങും. ചന്ദ്രേട്ടൻ വീണ്ടും പഴയ അവസ്ഥയിലും ആവും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മ ചിന്തിച്ചു നോക്ക്. ഈശ്വരാ, നായ, ആ പദം പോലും പറയാൻ പറ്റത്തില്ല അവനെ കുറിച്ച്. അതിലും താഴെയാ അവന്റെ ഭാര്യ സീതക്കൊച്ച്, അവന്റെ കുഞ്ഞായി ഇവളുടെ ഉള്ളില്. അവരും അവന്റെ പുത്തനച്ചയ്ക്ക് സ്വസ്ഥമായി താമസിക്കുന്നതിന് വേണ്ടിയാ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു വന്നവളാ ഈ കൊച്ച്. എന്നിട്ട് അവൻ ആ പട്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അവന് വേണ്ടല്ലോ നമ്മുടെ കൊച്ചിനെ, പിന്നെന്താ? അങ്ങനെ വാക്കുകൊണ്ട് വലിച്ചെറിഞ്ഞാൽ തീരുമോടി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം? അവന്റെ മനസ്സിൽ ഒരല്പമെങ്കിലും നേരും നിറയും ഉണ്ടായിരുന്നെങ്കിൽ സീതക്കൊച്ചൻ എന്താ സംഭവിച്ചെന്ന് അറിയാനെങ്കിലും അവൻ ശ്രമിക്കത്തില്ലായിരുന്നു. ഇതിപ്പോ അവൻ ഒഴിഞ്ഞു മാറി കളിക്കുക. ഈ പൊട്ടി അവിടെ നിന്ന് ഇറങ്ങി പോന്നതിന് അവന് ലാക്കായി. ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു? ബാലേട്ടന്റെ പുതിയ ഭാര്യയുള്ള വീട്ടിൽ അവരുടെ മുറിയുടെ പുറത്ത് പായ വിരിച്ച് കിടക്കണമായിരുന്നോ? അവരുടെ മുറിക്കകത്ത് നീ സത്യാഗ്രഹം ഇരിക്കണമായിരുന്നു. ഞാനൊരു പെണ്ണാ. സ്നേഹിക്കുന്നവരുടെ ഒഴിഞ്ഞുമാറലുകൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. വയലോരം വീട്ടിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്റെ പൊന്നു മോളെ, അമ്മ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്തില്ല. വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും, വളർത്തും. അവന്റെ അമ്മയ്ക്കെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയില്ലല്ലോ വനജെ. നകുലനിപ്പോ പറഞ്ഞത് കേട്ടിട്ടേ എനിക്ക് വിറഞ്ഞു വന്നു. അതാ ഞാൻ പാഞ്ഞു വന്നത്. എന്നതാ നകുലം പറഞ്ഞേ? ബാലനും വക്കീൽ ഭാര്യയും കൂടെ ചിരിച്ചു രസിച്ച് കാറിൽ പോകുന്നുവെന്ന്. അത് കണ്ടപാടെ കോമ്പാറ മാർക്കറ്റിൽ നിന്ന് നല്ലൊരു പിച്ചാത്തി വാങ്ങിച്ച് അവൻ ചാണയ്ക്ക് വച്ചിട്ടുണ്ടെന്ന്. ബാലചന്ദ്രന്റെ നെഞ്ചും കൂടിന്റെ ആഴമളക്കാൻ. അയ്യോ അമ്മമ്മേ, അതൊന്നും വേണ്ട. നകുലേട്ടനോട് പറയണം വഴക്കിനൊന്നും പോകണ്ടെന്ന്. അവര് ജീവിക്കട്ടെ, സുഖമായിട്ട് ജീവിക്കട്ടെ. നിന്നെ കുപ്പയിലെറിഞ്ഞിട്ട് ഒരുത്തനും അങ്ങനെ സുഖമായി ജീവിക്കണ്ട. കൊല്ലത്തില്ല പൂക്കോടി, പക്ഷേ കൊല്ലാതെ കൊല്ലും. അത്രയ്ക്ക് ധന്യമുണ്ട് മോളെ എനിക്ക് നിന്റെ കാര്യത്തിൽ. എന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്ന് നിന്റെ അച്ഛന്റെ ചിത കത്തിത്തിരുന്നത് കണ്ടവളാ നീ. എനിക്ക് 3 മക്കളുണ്ടെങ്കിലും അവരെക്കാളൊക്കെ മുകളിലായിരുന്നു നീ എനിക്ക് എന്നും. എന്റെ മക്കളെ ഞാൻ മണ്ണിലിട്ട് വളർത്തിയെങ്കിൽ നിന്നെ ഞാൻ മനസ്സിലിട്ടാ വളർത്തിയത്. ആ നീ ഇങ്ങനെ ഇത്തരം ഒരു അവസ്ഥയിൽ ആരുമില്ലാത്തവളെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഇതിലും എത്രയോ ഭേദമായിരുന്നു നീ വിധവയാകുന്നത്. അമ്മമ്മേ, ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആനക്കുഴിക്കടവില് പുണ്യാളം പത്രോസ് തോട്ടയിടുന്നത് കണ്ടു. കുറച്ച് മീൻ മാറ്റി വെക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ പുഴമീൻ പീര വെച്ച് കഴിക്കുന്നത് നല്ലതാ. പെങ്ങളെ, ഞാനിപ്പോ വരാം. ഒരുപാട് ദണ്ണമുണ്ട് വല്യണ്ണന്. ഒന്നും പുറത്ത് കാണിക്കാതെ അങ്ങനെ അങ്ങ് നടക്കുക.
എല്ലാരെയും സങ്കടപ്പെടുത്താനായിട്ടാ ഞാൻ തിരിച്ചു വന്നത്. അത് സാരമില്ല. ഇനിയിപ്പോ ഇന്ന് ചത്താലും എനിക്ക് സ്വസ്ഥമായിട്ട് കണ്ണടയ്ക്കാലോ. നീ ഉണ്ടല്ലോ അടുത്ത്. പിന്നെ സങ്കടം, പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ സങ്കടവും നമുക്ക് വീതിച്ചെടുത്ത് തീർക്കാവടി മോളെ. അമ്മേ, നകുലേട്ടനെ കൊണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടിക്കരുതെന്ന് അമ്മാമ്മയോടൊന്ന് പറയണം. അറിയാലോ പഴയ പ്രശ്നങ്ങളൊക്കെ. പണ്ട് നകുലേട്ടൻ കാരണം ഓണാവധിക്ക് പോലും കോളേജ് ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളവളാ ഞാൻ. അതൊക്കെ പണ്ടല്ലേ മോളെ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വന്നിട്ട് ഇതുവരെ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് നീ പറഞ്ഞില്ലല്ലോ മോളെ. എന്താ പറ്റിയത് നിനക്ക്? എവിടെയായിരുന്നു നീ ഇതുവരെ? ഒക്കെ പറയാം, സമയാവട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടേ സീത പോകുള്ളൂ. എവിടേക്ക് പോകുന്ന കാര്യമോ നീ ഈ പറയുന്നേ? അതൊക്കെ ഉണ്ട്. സീതയുടെ ഈ തിരിച്ചുവരവിന് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടമ്മേ. അത് തീർത്തിട്ട് സീത മടങ്ങും. ഞാൻ കണ്ടുപിടിച്ചു. എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. മനുഷ്യ പറയൂട്ടു. അല്ല മനുഷ്യ, പഴയ വല്യച്ഛ എന്താ ഇവിടെ നിക്കാഞ്ഞേ? അത് പിന്നെ എന്തിനാ മനുഷ്യ പഴയ വല്യച്ഛന്റെ അമ്മയും പൂക്കട വല്യച്ഛനും ഇവിടെ വന്ന് വഴക്ക് കയറ്റിയത്? എന്റെ കുട്ടിമണി, അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാകില്ല. അതെന്നാ അന്നെ എനിക്ക് മനസ്സിലാവാത്തെ? എന്താ മനസ്സിലാവാത്തെന്ന്? അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാ. ഞാൻ എന്റെ വലുതല്ലേ? അല്ലേന്ന്? ഞാനിപ്പോ കുഞ്ഞുമണിയുടെ അമ്മയാവാൻ പോകുന്ന ആളാ. അന്നേരം ഒരുമാതിരി ഒരു വർത്താനം. പറഞ്ഞല്ലേ എന്റെ പൊന്നു കുട്ടിമണി, നീ ഒന്നും മിണ്ടാതിരിക്കും. അങ്ങനെ മിണ്ടായിരിച്ചാനൊന്നും പറ്റത്തില്ല. ഞാൻ ഈ വീട്ടിലെ ഒരു ജമ്പറാ. എല്ലാം അറിയാനുള്ള അവകാശം ഇപ്പൊ എനിക്കുണ്ട്. ജമ്പറോ? ജമ്പർ, വീട്ടിലെ ജമ്പർ. ഓ, മെമ്പർ. അതെ, പഴയ വല്യേച്ചിയുടെ വീട്ടിൽ വല്യേച്ചിയെ കൊണ്ട് എന്തൊക്കെയോ അത്യാവശ്യങ്ങളുണ്ടെന്ന്. അത് കഴിയുമ്പോ പഴയ വല്യേച്ചി വരും. അന്നേരം ഈ പുത്തൻ വല്യേച്ചി പോവോ? അയ്യോ എന്റെ പൊന്നു കുട്ടിമണി, അതൊന്നും എനിക്കറിയേല. എന്റെ നോട്ടത്തിൽ ഈ കാര്യത്തിൽ എന്നെക്കാൾ ഗ്രാഹ്യം നിനക്ക് തന്നെ. നീ ചിന്തിച്ച് കണ്ടുപിടിക്ക്. ഒരു കടങ്കഥ പോലെ പറഞ്ഞ് കളിച്ചു നോക്ക്, ഉത്തരം കിട്ടും. പഴയ വല്യേച്ചി പുത്തൻ വല്യേച്ചി, പഴയ വല്യേച്ചി പോയപ്പോ പുത്തൻ വല്യേച്ചി വന്നു. അപ്പൊ പുത്തൻ വല്യേച്ചി വന്നപ്പോ ഇനി പഴയ വല്യേച്ചി ഉണ്ടാവും ഇല്ലേ? ഇതും അതും. അപ്പൊ പിന്നെ ഇതും അതും കൂടെ ഞാൻ കുട്ടിമണിയോട് കടങ്കഥ പറഞ്ഞ് കളിക്കുന്ന കാര്യം പറയുക. കുട്ടിമണിയാകുമ്പം എന്തും പറഞ്ഞ് കളിപ്പിക്കാവല്ലോ. അതെ വല്യേട്ടാ, ഞാനൊരു കടങ്കഥ ചോദിക്കട്ടെ? വല്യേട്ടന്റെ ജീവിതം തന്നെ എല്ലാരും ചേർന്ന് കടങ്കഥയാക്കി മാറ്റി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ വല്യേട്ടാ? വേണ്ട. വേണം. വേണ്ടെന്ന്. വേണം വേണം വേണം. പണ്ടത്തെ പോലെ വല്യേട്ടൻ എന്നോട് കളിച്ചാനും പറഞ്ഞു. ഞാൻ ചോദിക്കാൻ പോവാ. നെറ്റില്ല പറ്റേല. നിന്നോടല്ലേ പറഞ്ഞേ വേണ്ടെന്ന്? ഞാനൊന്നും ചോദിച്ചില്ല. മനുഷ്യനിവിടെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ ഓരോരുത്തരുടെ കുട്ടികളി. ബാലേട്ടൻ തമാശയ്ക്ക് ചൂടായപ്പോ പാവം കുട്ടിമണി പേടിച്ചുപോയി. അല്ലെങ്കിലും വേറൊരാളുടെ മനസ്സിലെ ടെൻഷനൊന്നും കുട്ടിമണിക്ക് അറിയത്തില്ലല്ലോ. കുട്ടിമണിക്കെന്നല്ല, ആർക്കും അറിയത്തില്ല. പിന്നെ ഞാൻ തമാശയ്ക്കല്ല ചൂടായത്, കാര്യമായിട്ട് തന്നെ. തമാശക്കളികളൊക്കെ ബാലൻ നിർത്തി. അല്ല, മനസ്സിന്റെ ഭാവി പരിപാടികൾ എന്താ? ഭാവി പരിപാടികൾ എന്താണെന്ന് മുമ്പോട്ടുള്ള അത് ഇപ്പോ എനിക്ക് കാറിലെന്നറിയാലോ ബാലേട്ടാ. ഒരു വണ്ടി പുതിയതോ പഴയതോ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് വാങ്ങണം. വലിയൊരു വണ്ടി. അത് വേണം. വാങ്ങിക്കുമ്പം ഇത്തിരി വലുത് നോക്കി തന്നെ വാങ്ങിക്കണം. ഒരുപാട് പേരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണല്ലോ ഒരു യാത്ര, അല്ലേ?
കുട്ടു കുട്ടു എന്തിനാ കരയുന്നേ? സങ്കടം വന്നിട്ട്. ആ, എന്തിനാ സങ്കടം വന്നേ? സങ്കടം വന്നോണ്ട്. അല്ല പിന്നെ എന്തിനാ സങ്കടം വന്നെന്നാ ഞാൻ ചോദിച്ചേ. അലിയേട്ടനോട് വായിക്കിട്ട് പോയത് കണ്ടില്ലേ മനുഷ്യ? എന്നോട് ഒത്തിരി ഒച്ചത്തിലല്ലേ വായിക്കിട്ടെ? അത് കുട്ടിമണിയെ വഴക്ക് പറഞ്ഞൊന്നുമല്ല. എന്നെ ആരും അറിഞ്ഞു? എന്നെ വഴക്ക് പറഞ്ഞത് തന്നെ എനിക്കറിയാം. ആ മുഖം കണ്ടില്ലായിരുന്നു ഗുമ്മനിരുന്ന്. മനുഷ്യനോട് മലയാട്ടം ചിരിച്ചോ? മനുഷ്യനോട് ഗുമ്മനായിരുന്നു മുഖം. ആ എന്റെ കുട്ടു, ഓരോരുത്തരും ഓരോരോ പ്രശ്നങ്ങളിലല്ലേ. പ്രശ്നം അതുകൊണ്ട് തന്നെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഓരോ ദിവസവും ഓരോരുത്തരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുക. ആരുടെ മനസ്സ് കാണാനുള്ള കഴിവ് നമുക്കില്ലല്ലോ. ഓ, കാവ്യ അച്ഛനും അപ്പച്ചമ്മയും പെട്ടെന്ന് നിങ്ങൾ വന്നാ മതിയായിരുന്നു. അവരില്ലാത്തതുകൊണ്ട് ഒരു രസമില്ല ഇവിടെ. ആ, അത് നേരെ. മനുഷ്യ, ഈ വീട്ടിലെ ഇപ്പൊ ഒരു രസവും ഇല്ല. ഇവിടെ ആർക്കും പണ്ടത്തെ പോലെ കുട്ടിവനെ ഇഷ്ടമല്ല. എല്ലാവരുടെയും മുഖം കുമ്മനിരിച്ചു. അതൊന്നും കുട്ടിമണി ശ്രദ്ധിക്കണ്ട. ഛർദിക്കാതെ പിന്നെ. മനുഷ്യ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയ്. മനുഷ്യ, നമുക്ക് ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും അങ്ങ് പോവാം. എവിടെ പോകാൻ? ഓ, എവിടേക്കെങ്കിലും. നമ്മളെന്ന് പോലീസ് പിടിച്ചാൽ വന്നപ്പോ താമസിച്ച ഒരു തട്ടുംപുറം ഇല്ലേ, അവിടേക്ക് അങ്ങ് പോവാം. ആ കണ്ടം പൂച്ച ഒന്ന് വിളിക്കും മനുഷ്യ. നമ്മളെന്ന് കൊണ്ടുപോകാൻ പറ. വേറെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ. അയ്യോ കുട്ടിമണി, നിർബന്ധം പിടിക്കല്ലേ. അങ്ങനൊന്നും പോവാൻ പറ്റുകയില്ല. എനിക്ക് പോണം തന്നെ. എനിക്ക് പോണം. എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഈ വീട് എനിക്കും അങ്ങോട്ട് ഇഷ്ടമല്ല. ഇവിടെ അപ്പടി അങ്ങ് വയക്ക, എപ്പോഴും വയക്ക, അടി. എല്ലാരും തമ്മിൽ അങ്ങ് വയക്ക. എനിക്ക് പോണം മനുഷ്യ, പോണം. കുട്ടിമണി കരയാതെ. കുട്ടിമണി കരഞ്ഞ കുഞ്ഞുമണിക്ക് സങ്കടം വരില്ലേ? ഓ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുമണിക്ക് എപ്പോഴും സങ്കട. ഈ വീട്ടിൽ താമസിച്ച കുഞ്ഞുമണിക്ക് എപ്പോഴും സങ്കടം. എന്നോട് എപ്പോഴും പറയാറുണ്ട് കുഞ്ഞുമണി, അമ്മ എനിക്ക് എപ്പോഴും സങ്കട, അറിയാവോ? കുട്ടു, കുട്ടു നോക്കിയേ. എന്താ ഇത്? എന്തു പറ്റി? ഓ, അതിനിടയ്ക്ക് മൂക്കി കൊണ്ട് വിരലിട്ട് കുത്തിമുറിച്ചോ? മൂക്കിൽ വിരലിട്ട് കുത്തരുതെന്ന് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനാ പറഞ്ഞാ കേൾക്കത്തില്ലല്ലോ. ഞാൻ മൂക്കിലൊന്നും കുത്തിയില്ല മനുഷ്യ. അയ്യോ മനുഷ്യ, എനിക്ക് അങ്ങ് ഉറക്കം വരുക മനുഷ്യ. ക്ഷീണമാ. ചുമ്മാ കരഞ്ഞതല്ലേ, അതാണ് ക്ഷീണം. ഞാൻ പറഞ്ഞതല്ലേ കുട്ടു, ചുമ്മാ കരയരുതെന്ന്. വാ, വന്ന് കിടക്ക്. ചുമ്മാ കരഞ്ഞ് മൂക്ക് മുറിച്ച് വന്നേ. വാ, ഇനി മൂക്കിൽ വിരലിട്ടില്ല കേട്ടോ. ചന്ദ്രേട്ടാ, ഇങ്ങോട്ട് വാ. ഇതാണ് മതികല പറഞ്ഞ ഹോസ്പിറ്റൽ. സീതയെ മനസ്സിജൻ ഒളിച്ചു താമസിപ്പിച്ചു എന്ന് പറയുന്നത്. ചന്ദ്രേട്ടൻ പ്രാർത്ഥിക്കുവാണോ? അല്ല, സീതയെക്കുറിച്ച് കേട്ട വിവരങ്ങളൊക്കെ തെറ്റാവണേന്നാണോ? ഇവിടങ്ങനെ ഒരുപാട് സ്റ്റാഫ് ഒന്നും കാണാൻ വഴിയില്ല. രോഗികളും കാണില്ല. മൊത്തത്തില് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ്. ആ, ഒളിച്ചു താമസിക്കാൻ പറ്റിയൊരു സെറ്റപ്പാ. ഒളിപ്പിച്ച് താമസിപ്പിക്കാനും. വരൂ. സിസ്റ്റർ, പേഷ്യന്റിനെ കൊണ്ടുവന്നതാണോ? ഡോക്ടർ ഇല്ല കേട്ടോ. അതെന്തു പറ്റി? ഡോക്ടർക്ക് പനി, കിടപ്പില്ല. കുറുന്തോട്ടിക്കും വാദവും. സിസ്റ്ററെ, ഒരു കാര്യം അറിയാനാ. എന്നതാ? ഒരു കാര്യം ചോദിച്ചറിയാനാ. ആ, ശരി, വരൂ. ഇവിടെ പേഷ്യൻസ് ഒന്നും അഡ്മിറ്റ് ഇല്ലേ? എന്റെ പൊന്നു സാറേ, പട്ടണത്തിന് നല്ല ഒന്നാന്തര ആശുപത്രിയിലുള്ളപ്പോ ഈ ഗുദാമിലേക്ക് ആരെങ്കിലും വരുമോ? ഇവിടെ പിന്നെ വല്ല കള്ളപ്പുള്ളികൾ ഒളിച്ച് താമസിക്കാനോ വല്ല അലസിപ്പിക്കൽ കേസോ ഒക്കെ വരും.
പുറത്ത് പറഞ്ഞ എന്റെ തല പോകുന്ന ഇടപാടാ. എന്നാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. രഹസ്യ പ്രസവങ്ങളൊക്കെ ഇവിടെയാ നടക്കുന്നത്. രഹസ്യ പ്രസവങ്ങളോ? ആ, വലിയ വീട്ടിലെ പിള്ളേർക്കൊക്കെ ചില അക്കിടികളൊക്കെ പറ്റാറില്ലേ? അബോഷന്റെ സമയവും കഴിഞ്ഞു പോവും. അങ്ങനെയുള്ളവര് രഹസ്യമായിട്ട് പ്രസവിക്കാൻ ഇവിടെ വരും. കൊച്ചിനെ മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടേ. അല്ല, നിങ്ങളും അത്ര വല്ല കാര്യമായിട്ട് വന്നതാണോ? ആണെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞോ, ഞാൻ ഏറ്റു. ഈ പൊന്നമ്മ സിസ്റ്ററിന് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാ പിന്നെ പേടിക്കാനേ ഇല്ല. ഉടയെ തമ്മിൽ നേരിട്ട് ഏറ്റതുപോലെയാ. ഞങ്ങൾക്ക് ഒരു വിവരം അറിഞ്ഞാ മതി. ഓ, അത്രയുള്ളൂ. എന്നതാ വിവരം വെറുതെ പറയണ്ട. പൊന്നമ്മ സിസ്റ്റർക്ക് ഒരു കുഞ്ഞു പോക്കറ്റ് മണി തരാം. എന്നതാ അറിയേണ്ടത്? ചോദിച്ചോ. 4-5 മാസം മുൻപ് ഇവിടെ അഡ്മിറ്റ് ആയ ഒരാളെ കുറിച്ചാ. ആണോ പെണ്ണോ? പെണ്ണ്. എന്നതായിരുന്നു കേസ്? രഹസ്യപ്രസവമായിരുന്നു? അത് ആലസിപ്പിക്കലോ? അതൊന്നും അറിയത്തില്ല. പേര് മാത്രം പറയാം. സീത. സീത. നല്ല പരിചയമുള്ള പേര്. പക്ഷേ ആളെ കൃത്യമായിട്ട് അറിയാതെ എങ്ങനെ പറയാനാ? നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ വല്ലതുണ്ടോ? ഫോട്ടോ? ചന്ദ്രേട്ടന്റെ ഫോണിലില്ലേ ഫോട്ടോ? 1 സെക്കൻഡ്. ദേ ഇതാണ് ആള്. ആ, ഇത് നമ്മുടെ സീതയല്ലയോ? അറിയാമോ? അറിയാമോന്നോ? കൊള്ളാം. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ കൊച്ചിനെ. പാവം. അയ്യോ, അതിന്റെ ഒരു ഭർത്താവുണ്ടല്ലോ. എന്നതാ അയാളുടെ പേര്? ഏതാണ്ടൊരു സിനിമാ പാട്ട് പോലത്തെ പേരാ. അയ്യോ, എന്നതായിരുന്നു? സാമജ സഞ്ചാരിയോ? മനസ്സജനാണോ? ആ, അത് തന്നെ, അത് തന്നെ. ഇതല്ലേ ആള്? ആ, ഇത് തന്നെ. എന്ത് സ്നേഹമായിരുന്നു രണ്ടുപേരും തമ്മിൽ. കഷ്ടവാ കൊച്ചിന്റെ കഥ കേട്ടോ. വീട്ടുകാരെ എതിർത്ത് പ്രേമിച്ച് കെട്ടിയതാ രണ്ടാള്. എന്തിനാ അവരിവിടെ വന്നത്? ഓ, ആ കൊച്ചിന് ഗർഭമല്ലായിരുന്നോ സീതയ്ക്ക്? വീട്ടുകാരെ പേടിച്ച് ഒളിച്ചോടുന്നതിന്റെ ഇടയിലാ രണ്ടാൾ ഇവിടെ വന്നത്. കഷ്ടകാലത്തിന് ഇവിടെ വെച്ച് വേറൊരു അപകടവും കൂടി ഉണ്ടായി. എന്തപകടം? പറയാം. സീത ഒരു രാത്രിയില ഇവിടെ വന്നത്. ഹസ്ബൻഡ് മനസ്സിന്റെ ഒപ്പം. പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നതായിരുന്നു അവരുടെ ആവശ്യം. ഗർഭിണിയാണെന്ന് അറിഞ്ഞതും സീത നിന്ന നിപ്പിന് തലചുറ്റി വീണു. നോക്കണേ കഷ്ടകാലം. തലയ്ക്ക് നല്ല പരുക്ക് പറ്റി. ഇവിടെ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് മനസ്സിന് പോയി. എന്നെയായിരുന്നു നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അയാളുടെ പെങ്ങക്ക് എന്തോ വയ്യായികയാണെന്ന് പറഞ്ഞാ പോയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. 2-3 മാസം അങ്ങനെ അങ്ങ് പോയി. പെട്ടെന്ന് ഒരു ദിവസം രാത്രിയായപ്പോ അയാൾ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ അനുവാദം പോലും ചോദിക്കാതെ സീതയും കൊണ്ടങ്ങ് പോയി. പിന്നെ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ തിരക്കിയില്ലേ? എന്നാത്തിന്? ഇവിടെ എത്രയോ പേരിങ്ങനെ വരുന്നു പോകുന്നു. അവിഹിത ഗർഭം മഹാചര്യം. നമുക്കും കിട്ടണം പണം, അത്രേ ഉള്ളൂ. അശ്ശോ, എന്റെ കീറിയ വാവച്ച് എല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞു. നിങ്ങളാരതൊക്കെ ചോദിക്കാൻ? ഞങ്ങള് മനസ്സജന്റെയും സീതയുടെയും ബന്ധുക്കളാണ്. ഓ, ഇപ്പൊ 6 മാസമായി കാണും സീതയ്ക്ക്. 6 കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും അറിയണോ? വേണ്ട, ഇത്രയും വിവരങ്ങൾ ധാരാളമാണ്. വായന്തു. ചന്ദ്രേട്ട, ഇത് വെച്ചോളൂ. ഇതൊന്നും വേണ്ടായിരുന്നു. പോട്ടെ. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ വരണേ. ചേച്ചി ചേച്ചി പൊന്നമ്മയല്ല, തങ്കമ്മയാ, തങ്കമ്മ. 25 ഉണ്ട്. ഒരു ചെറിയ നുണയ്ക്ക് 4 ലക്ഷം രൂപ വേറെ ആര് തരും ചേച്ചി? അവര് തന്ന എത്ര? 1000 ഉലുവ. എനിക്ക് കുഴപ്പമുണ്ടാവുന്ന ഇടപാട് വല്ലതും ആണോ മാഡം? എന്ത് കുഴപ്പം? അതിന് കുഴപ്പമുണ്ടാവുന്ന ഒരു കള്ളത്തരവും പൊന്നമ്മ ചേച്ചി അല്ലല്ല തങ്കമ്മ ചേച്ചി പറഞ്ഞിട്ടില്ലല്ലോ. സത്യത്തിന് ചില ചെറിയ ഭേദഗതികൾ വരുത്തി, അത്രേ ഉള്ളൂ. അല്ലാതെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. കുരുക്ഷേത്ര ഭൂമിയിൽ ദ്രോണരെ നീതിമാന്മാർ എന്ന് പറയപ്പെടുന്ന പാണ്ഡവർ വീഴ്ത്തിയത് എങ്ങനാ? അശ്വത്ഥാമാവെന്ന ആനയെ കൊന്നിട്ട്. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടുവെന്ന് പറഞ്ഞങ്ങ് പരത്തി. ദ്രോണരെ
മാനസികമായി തളർത്തിയിട്ട് തലയർത്തു. അത് കള്ളോന്ന് പറയാൻ പറ്റുമോ? ആനയുടെ പേര് അശ്വത്ഥമാവ്, ദ്രോണപുത്രന്റെ പേരും അശ്വത്ഥമാവും. അപ്പോ ചെയ്തതെന്താ? സത്യത്തിന് ഒരു ചെറിയ ഭേദഗതി വരുത്തി, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇതും. അപ്പോ കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. ഒരു കുഴപ്പവും വരത്തില്ല. എന്റെ തങ്കമ്മ ചേച്ചി ധൈര്യമായിട്ടിരുന്നോ. ഇനി ഇതും ചോദിച്ച് ആരും ഇവിടേക്ക് വരത്തില്ല. സത്യത്തിൽ സീത എന്ന കൊച്ച് അന്ന് ഗർഭിണിയായിരുന്നു. അതെ, അതെനിക്കും അറിയാം. പ്രഗ്നൻസിക്ക് ഇപ്പൊ ഒരു 6 മാസത്തെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അന്നേ ഗർഭിണി ആയിരിക്കണമല്ലോ. പാവം ബാലേട്ടൻ. എന്താ മേഡം? ഒന്നുമില്ല, ഞാൻ എന്നെ കൊണ്ടങ്ങ് തോറ്റു എന്ന് പറയുമായിരുന്നു. ഇനി ഇവിടെ വരാൻ ആകെ സാധ്യതയുള്ളത് മനസ്സുജനും സീതയ്ക്കും. അയ്യോ, ഇപ്പോഴേ അങ്ങ് ബോധം കെടാതെ. അവരെ വരുതിക്ക് നിർത്താനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ? സിമ്പിൾ. ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ അവരുടെ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയണം. പിന്നെ മിണ്ടില്ല. ഈ മാഡത്തിന്റെ ഒരു ബുദ്ധി. ബുദ്ധിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. പക്ഷെ കുരുട്ട് ബുദ്ധിയാ കൂടുതൽ. നേരായ ബുദ്ധിയെക്കാളും നമ്മള് തുണയ്ക്കുന്നത് കുരുട്ടുബുദ്ധി തന്നെയാ എന്റെ തങ്കമ്മ ചേച്ചി. എന്നാ പിന്നെ തങ്കമ്മ ചേച്ചി ചെന്നാട്ടെ. ഓ, പൊന്നു കച്ചവടക്കാരനായിരിക്കും. പൊന്നെ വിളി കേട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ. സഞ്ജു ആയിരുന്നു. ഹലോ ഹലോ, മതി, എവിടെയാ? ഞാൻ ചൊവ്വാഗ്രഹം വരെ ഒന്ന് പോയി. നീ കാര്യം പറയടാ. എന്നാ സന്തോഷം കൊണ്ട് ചന്ദ്രനിൽ ചെന്ന് തലകുത്തി മറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താടാ? അതെയോ? എന്റെ ദൈവമേ, ദൈവത്തിന് എന്നോടുള്ളൊരു സ്നേഹം. നീ പുറകെ വിട്ടോടാ. അപ്ഡേറ്റ്സ് അപ്പ എന്നെ അറിയിക്കണം. ഇനി ഇത് വെച്ച മതിയുടെ കളി, ഒടുക്കത്തെ കളി. താൻ എപ്പോ തിരിച്ചു വരും? എന്തായാലും വൈകുന്നേരം ആകും ബാലേട്ടാ. ഇത്രയും ദൂരം തന്നെ ഒറ്റയ്ക്ക് വിടുകയെന്ന് വെച്ചാ എന്തോ ഒരു പേടി പോലെ. ബാലേട്ടൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ ഇവിടുന്ന് ബസ്സിൽ കയറുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്തു പറ്റി? പേടി കിട്ടിയ പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം. ഒന്നുമില്ല ബാലേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. സിജ, സിജ, എന്തു പറ്റി സിജ? ബാലേട്ടാ, എനിക്ക് ഒരിടം വരെ അത്യാവശ്യമായിട്ട് പോണം. എന്താ സിജ, എന്തു പറ്റി രാത്രിയില്? അത് ഇനി രാവിലെ പോയാ പോരെ? അല്ല ബാലേട്ടാ, എനിക്കിപ്പം തന്നെ പോണം, പോയേ പറ്റൂ. ചന്ദ്രേട്ട, ഈ മനസ്സിന് മീതെ ആഴത്തിൽ വെട്ടേറ്റു എന്ന് എനിക്കറിയാം. പക്ഷേ ചന്ദ്രേട്ടൻ ഇത് സഹിച്ചല്ലേ പറ്റൂ. ഇവിടെ വരും വരെ സീത നിരപരാധിയാണെന്നൊരു പ്രതീക്ഷ ചന്ദ്രേട്ടനുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ട് ഒരു കൂടാരം കെട്ടി, ഒപ്പം ചന്ദ്രേട്ടന്റെ കണ്ണും കെട്ടിയ സീത ചന്ദ്രേട്ടനോടൊപ്പം ജീവിച്ചിരുന്നത്. ഒപ്പം നിന്ന് മനസ്സുജനം ചതിച്ചു. എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ ഞാൻ അവനെ കണ്ടിരുന്നത്. എന്നിട്ട് എന്തുണ്ടായി ചന്ദ്രേട്ട? സീതയെ കാണാത്തതിന്റെ പേരിൽ ചന്ദ്രേട്ടൻ ഉള്ളുരുകി അലഞ്ഞപ്പോ, അതിന്റെ പേരിൽ പോലീസ് ചന്ദ്രേട്ടനെ ക്രൂരമായി ഉപദ്രവിച്ചപ്പോ, നാട്ടുകാര് കൊലയാളി എന്ന് മുദ്രകുത്തി വഴിയിൽ തടഞ്ഞപ്പോ, ചന്ദ്രേട്ടന്റെ സീതയും ഈ പറയുന്ന കൂടപ്പിറപ്പും ജീവിതം ആഘോഷിക്കുകയായിരുന്നു. പിന്നെ എന്തിനാ ഇപ്പോഴത്തെ തിരിച്ചു വരവ്? നമ്മുടെ കല്യാണത്തിന് മുമ്പ് വന്നുകൂടായിരുന്നു? മറ്റൊരാളുടെ കുഞ്ഞിനെ ഉള്ളിൽ ചുമന്ന് ചന്ദ്രേട്ടന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നിക്കാണും. പിന്നെ ഇപ്പൊ വന്നതോ?
കുട്ടിമണി മനസ്സജനിൽ നിന്നും ഗർഭിണിയായില്ലേ? ചിലപ്പോ ഒരിക്കലും സീത പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നിരിക്കും അത്. അതുകൊണ്ടാ സീത പുറത്തു വന്നത്. കുഞ്ഞിന്റെ പിതൃത്വം ഉറപ്പിക്കാനും മനസ്സജനിൽ അവകാശം സ്ഥാപിക്കാനും. കുട്ടിമണിയോട് സീത ഒരുപാട് സ്നേഹം കാണിച്ചതൊക്കെ ഈ ഒരു വലിയ ചതിക്ക് വേണ്ടിയായിരുന്നു അല്ലേ? സംശയം എന്താ ചന്ദ്രേട്ട? സ്നേഹം കൊണ്ട് സീത ഈ വീട്ടിലൊരു പുകമറ സൃഷ്ടിച്ചു. പാവം കുട്ടിമണിയെ സംബന്ധിച്ച് വല്യച്ഛ എന്ത് ചെയ്താലും അത് വലിയ ശരിയായി. എന്നാലും എങ്ങനെ തോന്നി അവക്കെന്നെ? മനുഷ്യന്റെ മനസ്സ് അതല്ല ചന്ദ്രേട്ട. ഏറ്റവും കൂടുതൽ വളവ് തിരിവുകളും ചതിക്കുഴികളും ഉള്ളത് മനുഷ്യന്റെ മനസ്സിലാണെന്ന് കേട്ടിട്ടില്ല. മതികല വിഷവാ. പക്ഷേ ചില സമയത്ത് വിഷവും ഔഷധാവൂന്ന് കേട്ടിട്ടില്ലേ? മതികല പറഞ്ഞ മോഡഡ് ഒപ്രാൻസി ഈ കളിയിൽ കറക്റ്റാണ്. കുട്ടിമണിക്ക് വേണ്ടി ഒരു വരൻ വരുന്നു. വരന്റെ ഡ്രൈവറായി മനസ്സിജൻ. പെണ്ണ് കാണാൻ വന്നവന് കുട്ടിമണിയെ വേണ്ട. ഡ്രൈവർ കെട്ടാൻ തയ്യാറാവുന്നു. അന്നു മുതൽ ഇങ്ങോട്ട് മനസ്സിജനെ പറ്റി 1000 നാവായിരുന്നു സീതയ്ക്ക്, അല്ലേ? അന്നു മുതൽ ഇങ്ങോട്ട് രണ്ടുപേരും ചേർന്ന് വയലോരം വീട്ടുകാരെ മുഴുവൻ വിട്ടികളാക്കി. ഒടുക്കം മതി, നിർത്തിയേക്ക്. ഇല്ല, ചന്ദ്രേട്ടന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. വാ, നമുക്ക് പോവാം. ചന്ദ്രേട്ടനെ വേദനിപ്പിച്ചവരെ കുറിച്ച് ഓർത്ത് ചന്ദ്രേട്ടൻ എന്തിനു വേദനിക്കണം? എന്തോ ഇത്ര വലിയ ചതിയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്നെ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ ഒഴിഞ്ഞു കൊടുക്കില്ലായിരുന്നു. അതിനു പകരം എന്നെ മുമ്പിൽ നിർത്തി. ചന്ദ്രേട്ട, അത് വിട്, നമുക്ക് പോവാം. ചന്ദ്രേട്ട, വാ. അവളെ എന്തുമാത്രം സ്നേഹിച്ചതായിരുന്നു ഞാൻ. എന്നിട്ടും അവൾ എന്നെ. അതൊക്കെ ഇനി ആലോചിക്കണ്ട. വാ, നമുക്ക് പോവാം. വാ. ശിഷ്ടകാലം പൊട്ടനെ പോലെ കഴിയില്ല ബാലൻ. അറിയേണ്ടിയിരുന്നതൊക്കെ ബാലൻ അറിഞ്ഞുവെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കും. ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുകയും ചെയ്യും. ചന്ദ്രേട്ട, എന്താ എന്തു? എന്താ ഇങ്ങനെ? എങ്ങനെ? ഞാൻ ഇവിടെ വരെ പറഞ്ഞതൊക്കെ കമിഴ്ത്തി വെച്ച കുടത്തിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചതുപോലെയായി. ചന്ദ്രേട്ട, ആരെങ്കിലും ചതിച്ചു എന്ന് കരുതി ചന്ദ്രേട്ടൻ ഇങ്ങനെ അടിപടലെ തകരേണ്ട കാര്യമൊന്നുമില്ല. ഇന്ദുവിന് നിസ്സാരമായിട്ടത് പറയാം. ചതിക്കപ്പെടുന്നവന് മാത്രമേ അതിന്റെ വേദന അറിയൂ. കേട്ടിട്ടില്ലേ? മുറിവിന്റെ നീറ്റിലറിയണമെങ്കിൽ സ്വന്തം ശരീരത്തിൽ തന്നെ ചോര പടിയണമെന്ന്. വെട്ടിയവനോട് മുറിവിന്റെ ആഴത്തെ പറ്റി പറഞ്ഞ് വിലപിക്കരുതെന്നുകൂടിയുണ്ട് ചന്ദ്രേട്ടൻ. പകരം അവർക്ക് മുമ്പിൽ ഒരു പോറല് പോലും ഏറ്റിട്ടില്ല എന്ന മട്ടിൽ ജീവിക്കുകയാണ് വേണ്ടത്. ജീവിക്കും, ബാലൻ ജീവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ വേണം ചന്ദ്രേട്ട. പക്ഷേ ശിഷ്ടകാലം പൊട്ടനെ പോലെ കഴിയില്ല ബാലൻ. അറിയേണ്ടിയിരുന്നതൊക്കെ ബാലൻ അറിഞ്ഞുവെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കും. ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുകയും ചെയ്യും. ചന്ദ്രേട്ട, പ്ലീസ്, വഴക്കിനൊന്നും പോകല്ലേ. നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാ. അല്ലെങ്കിൽ തന്നെ നാണക്കേടില്ലല്ലോ. ഒളിച്ചോടിപ്പോയ ബാലന്റെ ആദ്യ ഭാര്യ ഗർഭിണിയായി തിരിച്ചു വന്നെന്ന് നാൽക്കവലയിലൊക്കെ ഏറ്റവും വലിയ ചർച്ചയാ. ഇനി ബാലൻ എന്തു ചെയ്യും? ഈ കുട്ടി ആരുടേതായിരിക്കും? ചോദിക്കാനും ചിന്തിക്കാനും ഒക്കെ ആളുകളുടെ മനസ്സിൽ 100 ചോദ്യങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ കുറെ കാലമായി കഥകളുടെ ഒരു കൂമ്പാരമാ വയലോരം വീട്. നാട്ടുകാർക്ക് പറയാനും പറഞ്ഞു ചിരിക്കാനും. പശുവിന് കൊമ്പറ്റ അമ്പരേമ ഒന്നാണ് അമ്പിപ്പശുവിന് പാലിട്ട നൈ നൈ നയാ. ഞാനേ എന്റെ കുഞ്ഞുമണിയെ പാട്ടൊക്കെ പഠിപ്പിച്ചേ. ഷോ, അമ്പിപ്പശുവിന്റെ പാട്ടേ ഞാനങ്ങോട്ട് പാടിയത് അവളതങ്ങ് പഠിച്ചേ. കുട്ടിമണി ഇപ്പൊ എല്ലാം ചെയ്യുന്നത് കുഞ്ഞുമണിക്ക് വേണ്ടിയാ. പാടുന്നതും ഭക്ഷണം കഴിക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതും എല്ലാം. ഞാൻ കരയൊന്നുമില്ല. അത് കരയിലെന്നെ എന്നോട് മനുഷ്യൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. അറിയാവോ? മനസ്സിന് പിന്നെ ഗർഭശുശ്രൂഷയ്ക്കൊക്കെ നല്ല മുൻപരിചയം കാണുമല്ലോ. അത് എവിടെ പോയതാ വല്ലേട്ടാ?
ഞാൻ എങ്ങും പോയില്ല. എനിക്കറിയാം എവിടെ പോയതാന്ന്. ഞാൻ എങ്ങും പോയില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ വല്യച്ഛനും പൂത്ത വല്യച്ഛൻ കൂടി കാറെ കയറി പോയത് ഞാൻ കണ്ടതാണല്ലോ. എനിക്കറിയാം എവിടെ പോയതാന്ന്. മാറി കുട്ടിമണി. ഞാൻ പറഞ്ഞിട്ടേ പോത്തുള്ളൂ. ഞാൻ പറയട്ടെ. ഞാൻ പറയും. പെട്ടെന്ന് പറയൂ കുട്ടിമണി. അതായത് വല്യേറ്റം പോയതേ പഴയ വല്യേച്ചിയെ വിളിച്ചോണ്ട് വരാനല്ലേ.